പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യൂട്യൂബിൽ കൂടെ വീണ്ടും തിരുവെഴുത്തുകളുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവാടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചില ദിവസങ്ങളിൽ വീഡിയോ ഇടുവാനൊന്നും കഴിഞ്ഞില്ല. പലയിടങ്ങളിൽ, വിവിധ ഇടങ്ങളിൽ, ബാംഗ്ലൂർ, സേലം, വിവിധ ഇടങ്ങളിൽ കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുവാനായി കടന്നുപോയിരുന്നു. ദൈവദാസന്മാരോട് ചേർന്ന് ഞങ്ങൾ കടന്നുപോയി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്ത് കടന്നു വരുവാനിടയായി. അതിനുശേഷം ഈ തിരുവെഴുത്തുമായിട്ട് നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത് ഒരു സഹോദരൻ കുറേ ദിവസം കൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ടവരെല്ലാം കള്ളക്രിസ്തുക്കളാണ്, ഇവരാരും നിത്യതയിൽ പ്രവേശിക്കത്തില്ലെന്ന് പറഞ്ഞ് കുറേ വോയിസ് മെസ്സേജൊക്കെ എൻ്റെ ഫേസ്ബുക്ക് ലൈവിൽ കൂടെയൊക്കെ കയറിയിട്ടൊക്കെ എനിക്കെതിരെ വിടുന്നുണ്ട്. അപ്പോൾ എന്നെ മാത്രമല്ല 99.5% കള്ളക്രിസ്തുക്കളാണ്, ഇവരെല്ലാം കള്ളക്രിസ്തുക്കളാണെന്നും പറഞ്ഞ് പലവട്ടം ആക്ഷേപിക്കുന്നത് പോലെയൊക്കെ ചെയ്യുന്നതുണ്ട്. ഒരു തിരുവെഴുത്തുകളെ വഴക്കിനോ ബഹളത്തിനോ ഒന്നുമല്ല, തിരുവെഴുത്തുകളെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ചിന്തയുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കുകയാണ്. അടിയനെ വീഡിയോയിൽ കൂടെ ശ്രമിക്കുന്ന ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അടിയൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിച്ചുകൊണ്ട്, മുഖവരകളൊന്നും കൂടാതെ ഒരു പവർഫുൾ മെസ്സേജൊന്നുമല്ല, തിരുവെഴുത്തുകളെ പത്രോസ് എഴുതിയ 2 ലേഖനം 3 അധ്യായം 14 മുതൽ 17 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ പൗലോസിൻ്റെ ലേഖനങ്ങളെ ചൂണ്ടിക്കാണിച്ച് തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ വ്യക്തിജീവിതങ്ങളും റോമാലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ ലേഖനങ്ങളിൽ 800-ലധികം ഉദ്ധരണികൾ പഴയ നിയമ ഭക്തന്മാരെ, ആശ്രയ പ്രവാചകന്മാരെ ഒക്കെ എടുത്തുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നതായി തിരുവെഴുത്തുകളിൽ കാണുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നതല്ല. എൻ്റെ ചിന്താവിഷയം എന്ന് പറഞ്ഞാൽ അതുപോലെ ചില വിഷയങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ടവർ കള്ളക്രിസ്തുക്കളല്ല എന്നൊന്ന് തെളിയിക്കണം, അത്രയേ ഉള്ളൂ. ആരോടും വഴക്കിനോ വക്കാനത്തിനൊന്നുമല്ല. യേശുക്രിസ്തു പ്രവചനപ്രകാരം ഭൂമിയിൽ വന്നു. തൃത്വത്തിൽ രണ്ടാമനായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം ഈ വ്യക്തികളെ 17-ാം അധ്യായം 5-ാം വാക്യം മുതൽ 1 മുതൽ 5 വരെ വായിക്കുക, ഫുള്ള് വായിക്കുക. ആരോടാണ് യേശുക്രിസ്തു പ്രാർത്ഥിച്ചത്? ക്രൂശിൽ കിടന്നുകൊണ്ട് ആരോടാണ് പ്രാർത്ഥിച്ചത്? എബ്രായർ 5:7 മരണത്തിൽ നിന്ന് വിടിവിപ്പാൻ കഴിവുള്ളവനോട് കണ്ണുനീരോടും ഉറച്ച നിലവിളിയോടും കൂടി അഭയാചന കഴിച്ചത് ആരോട്? ഒത്തിരി ചോദ്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇവർക്കറിയാം. യോഹന്നാൻ എഴുതിയ 1 ലേഖനം 5:7-8 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 3 സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ എന്താണെന്ന് ആത്മീയമായിട്ട് ചിന്തിച്ചെങ്കിലല്ലേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. പ്രവചനപ്രകാരം ഭൂമിയിലേക്ക് വന്ന് മരിച്ച് അടക്കപ്പെട്ട് 30 വയസ്സ് വരെ ജീവിച്ചു. ഒന്നുകൂടെ പറഞ്ഞാൽ 30 വയസ്സ് വരെ ജീവിച്ചു. 30 വയസ്സ് വരെ ജീവിച്ചപ്പോൾ ഒരു നല്ലൊരു സാക്ഷ്യം കിട്ടി. യോർദാൻ നദിയിൽ സ്നാനമേറ്റ് കയറിയ യേശു ക്രിസ്തുവിന് ഒരു നല്ലൊരു സാക്ഷ്യം കിട്ടി. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. മത്തായി എഴുതിയ സുവിശേഷം 3:16-17, ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 21-22. 3 കൂടെ സമ്മേളിക്കുന്ന ഒരു മഹാസമ്മേളനം, 3 കൂടെ ഒരുമിക്കുന്ന ഒരു മകൾ ശുശ്രൂഷ അവിടെ വെളിപ്പെടുകയാണ്. അതേ ശുശ്രൂഷ എവിടെ വെളിപ്പെടുന്നു? ഹർമോൻ മലയിൽ വെളിപ്പെടുന്നു, താബോർ മലയിൽ. മത്തായി 17-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളും മർക്കോസ് 9-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിൽ അവിടെയും പറയുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞാൽ മറുരൂപ മലയല്ല, ഹർമോൻ മല അല്ലെങ്കിൽ താബോർ മലയെന്ന ചരിത്രകാരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഞാനെൻ്റെ വിഷയത്തിലേക്ക് വരാം. അങ്ങനെ ഭൂമിയിൽ വെച്ച് 30 വയസ്സ് വരെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്ന് തിരുവെഴുത്തുകളെ തെളിയിച്ചും പഠിപ്പിച്ചും യെശയ്യാ പ്രവചനം പഠിപ്പിച്ചും തൻ്റെ ശുശ്രൂഷ പൂർത്തീകരിച്ചതിനനന്തരം
സങ്കീർത്തനം 22, സങ്കീർത്തനം 69, യെശയ്യാപ്രവചനം 52, 13, 12, 13 വാക്യങ്ങൾ, യെശയ്യാപ്രവചനം 53. ഈ പ്രവചനപ്രകാരം മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു അരുമ ശിക്ഷകണങ്ങളെ അരികിൽ വിളിച്ചിട്ട് മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18, 19, 20 വാക്യത്തിൽ പറയുന്നു, സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്കെന്നല്ല എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ഇതാണ് വിഷയം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ട 99% ആൾക്കാരും കള്ളക്രിസ്തുക്കളാണെന്നാണ് ഒരു സഹോദരൻ എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടിരിക്കുന്നത്. ആ സഹോദരനോട് ഒന്ന് തിരുവെഴുത്തുകളെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, ഞങ്ങൾ കള്ളക്രിസ്തുക്കളാണോ അല്ലയോ എന്നൊന്ന് തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒന്നാമത് അയാളുടെ സംസാരം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവൻ ജഡീകന. സ്നാനപ്പെട്ടത് കൊണ്ട് മാത്രം ഇയാൾ ക്ലിയർ ആകണമെന്നില്ലല്ലോ. കാരണം ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പറഞ്ഞ ദ ഗ്രേറ്റ് കമ്മീഷൻ, മഹാനിയോഗം, ആ നിയോഗപ്രകാരം ലൂക്കോസ് 24:49 യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. അപ്പോസ്തലപ്രവൃത്തി 1:4, അപ്പോസ്തലപ്രവൃത്തി 1:8. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലെല്ലായിടവും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം. 10, 11, 12, 9, 10, 11 വാക്യത്തിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോവുകയാണ്. ഉയർത്തെഴുന്നേറ്റല്ല, 500-ലധികം പേർക്ക് പലയിടങ്ങളിൽ വെച്ച് 40 ദിവസത്തോളം ഭൂമിയിൽ ഉണ്ടായിരുന്നു. ആ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കറിയാം 500-ലധികം പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം 40 ദിവസം ഭൂമിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം യേശു ക്രിസ്തു പറഞ്ഞു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, ലൂക്കോസ് 24:49 ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾ പിതാവിന് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. അപ്പോസ്തലപ്രവൃത്തി 1:4, അപ്പോസ്തലപ്രവൃത്തി 1:8. അത് കഴിഞ്ഞിട്ട് 9, 10, 11 യേശു ക്രിസ്തു ഉയരങ്ങളിലേക്ക് കയറിപ്പോകുന്നു. അത് കഴിഞ്ഞിട്ട് അവർ 12 മുതൽ 15 വരെ 120 പേർ പരിശുദ്ധാത്മാവിന് വേണ്ടി കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അമ്മയടക്കം കാത്തിരിക്കുന്നു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് തന്നെ വരുമ്പോൾ 12 മുതൽ വായിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് യോവേൽ പ്രവചനം 2:28-29 വചനപ്രകാരം എഴുന്നേറ്റ് നിന്ന് മാനസാന്തര പ്രസംഗം പ്രസംഗിക്കുന്നു. യേശു ക്രിസ്തു പറഞ്ഞ അതേ രൂപപ്രകാരം യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം റോമർ 6-ാം അധ്യായമാണ് പുതിയ നിയമ ക്രിസ്തീയ സഭയ്ക്കുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുവിനോട് കൂടെ മരിക്കുന്നു, ക്രിസ്തുവിനോട് അടക്കപ്പെടുന്നു, ഉയർത്തെഴുന്നേൽക്കുന്നു. ഇതാണ് പുതിയ നിയമ സ്നാനം. ഗലാത്യർ 3:27 ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നതെന്നായ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3:21 യേശു ക്രിസ്തുവിൻ്റെ കാര്യം അറിയാലോ. നല്ല അപേക്ഷയ്ക്കായിട്ട് ആ ഭാഗം ഞാൻ പിന്നെ പറയാം. 3:21 പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3:21 ഞാൻ പിന്നെ പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് പ്രസംഗിച്ചു. അങ്ങനെ 3000 പേര് സ്നാനപ്പെട്ടു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഈ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടവര് അപ്പോസ്തലന്മാരുടെ പത്രോസ് പറഞ്ഞത് ആണ് ശരി, യേശുക്രിസ്തു പറഞ്ഞത് തെറ്റാണ്. അപ്പോസ്തലനായ പത്രോസിനേക്കാൾ വലിയ പുള്ളികളൊന്നുമല്ല അവരിരുന്ന് ദൈവ യേശുക്രിസ്തു പറഞ്ഞ വചനപ്രകാരം കാത്തിരുന്ന് പ്രാപിച്ച് ആത്മനിറവ് പ്രാപിച്ച് യോവേൽ പ്രവചനത്തിൽ കയറി യോവേൽ പ്രവചനത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ച് ജനം മാനസാന്തരപ്പെട്ടവരെ വിശ്വാസ സ്നാനം സ്വീകരിച്ചു യേശു കർത്താവിൻ്റെ നാമത്തിൽ. എന്തു പറഞ്ഞാൽ ഓൾറെഡി പിതാവ് അവർക്കുണ്ട്, ഓൾറെഡി ഉണ്ട്. യേശുക്രിസ്തുവിനെ ദൈവമായി ഇവരാരും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചു. യേശുക്രിസ്തു പാപമോചനം നൽകുമെന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാനസാന്തരപ്പെട്ട് നിങ്ങൾ സ്നാനമേൽക്കുവിൻ എന്ന് പറഞ്ഞു. അതിനകത്ത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മൂവരില്ലെന്നാണ് അതിൻ്റെ അർത്ഥം.
അതിനകത്ത് മൂവരും ഇല്ലെന്നാണോ അർത്ഥം? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് യേശുക്രിസ്തു അല്ലേ അവരോട് പറഞ്ഞത്? ആ വചനത്തിന് മാറ്റമുണ്ടോ? ഒരു വാക്യം തുമ്പത്തെടുത്ത് വെച്ചുകൊണ്ട് ആരും പറയരുത്. യേശുക്രിസ്തു പറഞ്ഞാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമങ്ങളിൽ നിന്ന് പറഞ്ഞില്ല, നാമത്തിൽ എന്നേ പറഞ്ഞുള്ളൂ. യേശുക്രിസ്തുവിന്റെ മറുപടി യോഹന്നാൻ അപ്പോസ്തലൻ എന്താ പറഞ്ഞത്? യോഹന്നാൻ എഴുതിയ 1 ലേഖനം 5-7-8 വാക്യങ്ങൾ, സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ടെന്ന് പറയുന്നില്ലേ? അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. ഈ 3ന്റെ സാക്ഷ്യം ഒന്ന് തന്നെ. തൃത്വം എന്നൊരു വാക്കില്ല എങ്കിലും തൃത്വം ഇല്ലേ? തൃത്വം ഇല്ലെന്നല്ലേ പറയുന്നത്? ഉൽപ്പത്തി പുസ്തകം 1-ന്റെ 26, 27, 28 വാക്യങ്ങൾ വായിച്ചു നോക്കിയേ. നാം നമ്മുടെ സ്വരൂപത്തിൽ, പെട്ടെന്ന് പറയാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കിക്കോ. എബ്രായർ 1-5, നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അതേപോലെ തന്നെ 5-10, എബ്രായർ 5-5, എബ്രായർ 10-5, ഇതെല്ലാത്തിൽ സങ്കീർത്തനം 2-7, ഇതിലെല്ലാം ഇതാ എഴുതിയിരിക്കുന്നത്. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ യെശയ്യാപ്രവചനം 9-6 വായിക്കുമ്പോൾ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഇതേ യേശുക്രിസ്തു തന്നെയല്ലേ യഹോവ? അത് തന്നെ ഞങ്ങളും പറയുന്ന. പക്ഷെ വചനത്തിൽ നിന്ന് വള്ളിക്ക മാറ്റാൻ ആരാ നിങ്ങൾക്ക് അധികാരം തന്നിട്ടുള്ളത്? ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? ഞങ്ങളൊരു വള്ളിക്ക യേശുക്രിസ്തു പറഞ്ഞു, മത്തായി 5:18-19. ന്യായപ്രമാണ വാക്യങ്ങളിൽ നിന്ന് ആകാശവും ഭൂമിയും മാറിപ്പോഴും വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്തരുത്. വചനത്തിൽ നിന്ന് കൂട്ടുന്നവൻ ശപിക്കപ്പെട്ടവൻ. വെളിപ്പാട് 22:18-19. ഗലാത്യർ 1-8-9. ഞങ്ങളാകട്ടെ, സ്വർഗത്തിലെ ദൂതന്മാരാകട്ടെ, ഞങ്ങൾ പ്രസംഗിച്ച ഈ സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്തുന്നില്ല. സാക്ഷ്യവാക്യം 30-5-6 വാക്യം വായിച്ചു. ദൈവത്തിന്റെ സകല വചനങ്ങൾ ശുദ്ധി ചെയ്തതാണ്. സങ്കീർത്തനം 12:6 ചേർത്ത് പഠിച്ചു നോക്ക്. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങൾ തന്നെ. അത് നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളിയാകുന്ന വചനമല്ലേ? ഇതിനകത്ത് നമുക്ക് മാറ്റാൻ വല്ല വ്യവസ്ഥയുണ്ടോ? യെശയ്യാപ്രവചനം 34:16 വായിച്ചു നോക്ക്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്ക്. ഒന്നിനോട് ഇണയില്ലാതിരിക്കുകയില്ല. അപ്പോസ്തലന്മാർ സ്ഥാനപ്പെടുത്തിയത് ഈ 3 നാമം ഉണ്ട്. ഇത് 3 ഉണ്ടെന്ന്. അത് നിങ്ങൾക്ക് ഒന്നാമത് പോയി പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ചിട്ട് വാ. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം കണ്ടോ? 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിക്കോ. ആദ്യമേ ന്യായവിധിയുടെ ദൂത് നടത്തിക്കൊണ്ട പരിശുദ്ധാത്മാവാം ദൈവത്തോട് വ്യാജം കാണിച്ചു എന്ന് ചോദിക്കുന്നത്. പരിശുദ്ധാത്മാവാം ദൈവത്തോട് വ്യാജം കാണിച്ചുവോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ വ്യാജം കാണിക്കരുത്. സ്നാനം ഒന്നല്ലേ ഉള്ളൂ. അത് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ യേശുക്രിസ്തു പറഞ്ഞ നാമത്തിലല്ലേ സ്നാനം. അപ്പം പരിശുദ്ധാത്മാവ് വന്ന ഉടനെ യേശുക്രിസ്തുവിന്റെ നാമത്തിലല്ലേ അപ്പോസ്തലന്മാർ സ്നാനപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ അതിന് മറുപടി തരാം. വ്യാജ ശുശ്രൂഷകൾ തിരുവചന അടിസ്ഥാനത്തിൽ ചെയ്യരുത്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവനെയൊക്കെ തട്ടിക്കളയാതെ ദൈവം വച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാ. ഞാനടക്കം ചെയ്താൽ ദൈവവചനത്തിൽ നിന്ന് കൂട്ടരുത്, കുറയ്ക്കരുത്. അവൻ ശപിക്കപ്പെട്ടവനാണെന്ന് ഗലാത്യർ 1-8-9 പറയുന്നു. വെളിപ്പാട് 22-18-19 പറയുന്നു. അവസാനം കൊണ്ടെന്ന് പറയുക. വള്ളിക്ക പുള്ളിക്ക മാറ്റം വരുത്തുന്ന യേശുക്രിസ്തു പറയുന്നു. മത്തായി 5:18-19. ഉൽപ്പത്തി 11-1 മുതൽ 8 വരെ വായിച്ചു നോക്ക്. വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ അറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് അരുളി ചെയ്തു. നാം ഇറങ്ങിച്ചെന്ന്
വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് ഉണ്ടോ? ഉൽപ്പത്തി 18:1 മുതൽ 3:5 വരെ വായിച്ചു നോക്കിക്കേ. 3 പുരുഷന്മാർ ചെല്ലുക അബ്രാമിന്റെ കൂടാരത്തിന്റെ വാതിക്കൽ. എല്ലാവർക്കും അറിയാലോ, അവിടെ 3 പേരെ എങ്ങനെ വിളിക്കണം? യജമാനന്മാരെ എന്നല്ലേ വിളിക്കണ്ടേ? തമിഴിൽ ആണ്ടവന്മാരെ എന്നല്ലേ വിളിക്കണ്ടേ? ആണ്ടവനെ എന്നാ വിളിച്ചിരിക്കുന്നത്. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ യജമാനനെ എന്നാ വിളിച്ചിരിക്കുന്ന മലയാള പരിഭാഷ. ഏകനാമത്തിൽ നിന്നുള്ള 3 പുറപ്പാടാണ് മത്തായി 28:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളെന്ന് ആർക്കറിയാമായിരുന്നു? അപ്പോസ്തലന്മാർക്ക് അറിയാമായിരുന്നു. ആത്മാവ് പ്രാപിച്ച അവർക്കല്ലേ അറിയത്തുള്ളൂ, അല്ലാതെ നിങ്ങൾക്കാണോ അറിയാവുന്നത്? അറിയാമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ 9 സ്നാനമുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 1 അധ്യായം 14 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളിലും സ്തെഫാനോസിന്റെ ഭവനക്കാരെ പൗലോസ് അപ്പോസ്തലൻ സ്നാനപ്പെടുത്തി. ഈ 3 സ്ഥലത്തല്ലേ യേശു ക്രിസ്തുവിന്റെ നാമം പറഞ്ഞിട്ടുള്ളൂ? ബാക്കിയുള്ളവരെ സ്നാനപ്പെടുത്തിയതോ? നാമം പറഞ്ഞു ആരെങ്കിലും? അതിനൊരു മറുപടി ഇതാ. അപ്പൊ അവർ കള്ളക്രിസ്തുക്കളാണോ? സഭയുടെ ആരംഭം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളാണല്ലോ, ശുശ്രൂഷകൾ അവിടെയാണല്ലോ. അപ്പം ബാക്കി സ്നാനം പൗലോസ് അപ്പോസ്തലൻ സ്നാനപ്പെടുത്തി സ്തെഫാനോസിനെ ഭവനക്കാരെയും, പക്ഷെ നാമം പറഞ്ഞിട്ടില്ല. പൗലോസ് അപ്പോസ്തലനെ അനന്യാസ് സ്നാനപ്പെടുത്തി, നാമം പറഞ്ഞിട്ടില്ല. ഇവരാരും സ്വർഗരാജ്യത്തിൽ പോകത്തില്ലേ? അപ്പോസ്തലനായ പൗലോസ് സ്വർഗരാജ്യത്തിൽ പോകത്തില്ലേ? അപ്പോസ്തലനായ പൗലോസും കള്ളക്രിസ്തുവാണോ? ഒന്ന് സ്നാനം പെന്തക്കോസ്ത് ദിവസം. അതിനു മുമ്പ് യഹൂദന്മാരുടെ ഇടയിൽ സ്നാനമൊക്കെ ഉണ്ടായിരുന്നെന്ന് മനസ്സിലായില്ലേ? 2-ന്റെ 1-ാമത്തെ സ്നാനം പെന്തക്കോസ്ത് ദിവസം. അപ്പോസ്തലപ്രവൃത്തി 2-ന്റെ 37 മുതൽ 42 വരെ 3000 പേരെ സ്നാനപ്പെടുത്തി. 2 ശമരിയയിൽ. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള ഭാഗങ്ങൾ വായിക്കും. ഫിലിപ്പോസ് സ്നാനപ്പെടുത്തി. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 8-ന്റെ 36 മുതൽ 39 വരെയുള്ള ഭാഗങ്ങൾ വരുമ്പോൾ സ്നാനപ്പെടുത്തി. ഫിലിപ്പോസ്, സുവിശേഷകനായ ഫിലിപ്പോസ് സ്നാനപ്പെടുത്തി. നാമം പറഞ്ഞിട്ടുണ്ടോ? അവരാരും പോകത്തില്ലേ? ശൗല് തർസോസുകാരനായ ശൗലിനെ അനന്യാസ് സ്നാനപ്പെടുത്തി. 9-ന്റെ 16 മുതൽ 19 വരെ അവർ പോകത്തില്ല. കൊർന്നല്യോസും കുടുംബവും. അപ്പോസ്തലപ്രവൃത്തി 10-ന്റെ 34 മുതൽ 48 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കിക്കോ. അവിടെ നാമമുണ്ട്. ലുദിയായും കുടുംബവും നാമമുണ്ടോ? ലുദിയായും കുടുംബവും. അപ്പോസ്തലപ്രവൃത്തി 16-ന്റെ 13 മുതൽ 15 വരെ കാരാഗ്രപ്രമാണിയും കുടുംബവും നാമമുണ്ടോ? അപ്പോസ്തലപ്രവൃത്തി 16-ന്റെ 25 മുതൽ 34 വരെയുള്ള കാര്യങ്ങൾ. കൊരിന്ത്യർ സ്നാനപ്പെട്ടു. അപ്പോസ്തലപ്രവൃത്തി 18-ന്റെ 8. എഫെസോസിലെ ശിഷ്യന്മാർ. അപ്പോസ്തലപ്രവൃത്തി 19-ന്റെ 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ. അവർ യോഹന്നാന്റെ പ്രസംഗം കേട്ട് മാനസാന്തര സ്നാനം ചെയ്തവരാ. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല. അപ്പൊ ദൈവം അവർക്കുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. യേശുവിന്റെ നാമത്തിൽ സ്നാനമായി. അവിടെ തൃത്വം ഇല്ലേ? അപ്പൊ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. എല്ലായിടത്തും അങ്ങ് എടുത്തു പറയാൻ പറ്റുമോ? ശിഷ്യന്മാരെ സ്നാനപ്പെടുത്തിയതിൽ ഈ പറഞ്ഞ ഏകനാമത്തിൽ നിന്നുള്ള 3 പുറപ്പാടാണ് തൃത്വം എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ സ്നാനപ്പെടുത്തിയത്. ആത്മാവല്ലേ തൃത്വം വെളിപ്പെടുത്തി കൊടുക്കണം. ആർ നമുക്ക് വേണ്ടി പോകും? യെശയ്യാപ്രവചനം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്ക്. ആർ നമുക്ക് വേണ്ടി പോകും? ബഹുവചനമല്ലേ? എലോഹീം, ദൈവങ്ങൾ എന്നർത്ഥം, ബഹുവചനമുള്ള അർത്ഥത്തിൽ നിന്ന് ഏകനാമത്തിൽ നിന്ന് 3 പുറപ്പാടാണ് യേശു ക്രിസ്തു പറഞ്ഞത്. മത്തായി 28-ന്റെ 18-19.
20 ഇവർക്കില്ല. കാരണം യേശുക്രിസ്തു ഞങ്ങളുടെ കൂടെയാണ് ഉള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കി ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ഇങ്ങനെയുള്ളവരോട് കൂടെയാണ് ഉള്ളത്. ഇവരോട് കൂടെ ഇല്ലെന്നല്ലേ എൻ്റെ അർത്ഥം. ഇവരോട് കൂടെ ഇല്ല. എഫെസോസിലെ ശിഷ്യന്മാരെ സ്നാനപ്പെടുത്തി 19-ാം അധ്യായത്തിൽ അവിടെ ഈ 3 കാര്യമുണ്ട്. അവിടെ 3 നാമവും പറയുന്നുണ്ട്. സ്തെഫാനോസിന്റെ ഭവനക്കാരെ നാമം പറഞ്ഞിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് സ്നാനം കഴിപ്പിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1:14 മുതൽ 17 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കിക്കോ. യേശുക്രിസ്തു ക്രൂശിൽ കിടന്ന് ആരോടാണ് നിലവിളിച്ചത്? എഫേസ്യർ 5:7 വായിച്ചു നോക്ക്. യെശയ്യാ 9:6 വായിക്ക്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. സങ്കീർത്തനം 2:7, എബ്രായർ 1:5, എബ്രായർ 10:5, 5 മുതൽ 9 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കിക്കോ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു. സങ്കീർത്തനം 2:7, പ്രവചനം. നീ യേശുക്രിസ്തുവിന്റെ സ്നാന സമയത്ത് 3 പേരും കൂടെ ഒരുമിച്ച് കൂടിയില്ലേ? മത്തായി 3:16-17 ഞാൻ ഇടയ്ക്ക് കയറി പറയുക. ലൂക്കോസ് 3:21-22 പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ ഇറങ്ങിയില്ലേ? ദൈവം സംസാരിച്ചില്ലേ? പുത്രൻ സ്നാനപ്പെട്ടില്ലേ? ഒരു മനുഷ്യന്റെ കൈക്കീഴിൽ ദൈവം അയച്ചിട്ട് ഒരുവൻ വന്നു എന്ന് പറഞ്ഞ് മലാക്കി 3:1, യെശയ്യാ 40:3, 4, 5 വാക്യങ്ങൾ. സുവിശേഷത്തിന്റെ ആരംഭം മർക്കോസ് അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ സ്നാനം ഒന്നേ ഉള്ളൂ, അത് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തെങ്കിലും ഒരു കള്ള ദുരുപദേശം സ്ഥാപിച്ച് ആത്മാവ് പ്രാപിച്ച ശിഷ്യന്മാർ അങ്ങനെയാണ് ചെയ്തതെന്നും പറഞ്ഞ് മുക്കിയവനെ പിടിച്ചു മുക്കുക. എൻ്റെ കൂടെ കോഴിക്കോട്ടുണ്ടായിരുന്ന 2 പേരെ പിടിച്ചു മുക്കിക്കളഞ്ഞവന്മാര്. അവരിപ്പോ അധപ്പതനത്തിൽ കിടക്കുക, ശാപത്തിൽ കിടക്കുക. കാരണം എഫേസ്യർ 4-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ എന്താ കിടക്കുന്നത്? സ്നാനം ഒന്നേ ഉള്ളൂ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്നേ ഉള്ളൂ. അത് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്. അതാണ് അവിടം തൊട്ട് ഇങ്ങോട്ട് മത്തായി 28:18-19 തൊട്ട് ലൂക്കോസ് 24:49, അപ്പോസ്തലപ്രവൃത്തി 1:4, 1:8, 1:12 മുതൽ 15 വരെ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 42 വരെയുള്ള ഭാഗങ്ങളിൽ കിടക്കുന്ന അതാണ്. നീ 40 അവർ 3000 പേര് സ്നാനപ്പെട്ടു. 3000 പേര് സ്നാനപ്പെട്ടു എന്ന് പറയുന്നു. ഓക്കെ, ഞങ്ങളത് സമ്മതിക്കുന്നു. ഈ 3000 പേര് സ്നാനപ്പെട്ടു. അവർ കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ചു, പ്രാർത്ഥിച്ചും പോന്നു. അവിടെ വീഞ്ഞിന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ വീഞ്ഞിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. തൃത്വമില്ല. അത് പറഞ്ഞത് തെറ്റാണ്. അവരെല്ലാം കള്ളക്രിസ്തുക്കളാണ്. ഇങ്ങനെയൊന്നും പറഞ്ഞ് പഠിക്കല്ലേ. ഫിലിപ്പിയർ 2:6-7 വായിച്ചു നോക്ക്. ദൈവരൂപത്തിലിരിക്കുക. യെരമ്യാ 23-24 കോട്ടയം ഇങ്ങോട്ട് വായിച്ചു നോക്ക്. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവം ദൈവരൂപത്തിലിരിക്കുക. ദൈവത്തോട് സമത്വം പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം ഏൽപ്പിച്ചു കൊടുത്ത് ക്രൂശിൽ കിടന്നുകൊണ്ട് ആരോട് നിലവിളിച്ചു? എബ്രായർ 5:7, എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ ഇരുന്ന് വായിച്ചു നോക്ക്. ഇരുന്ന് വായിച്ചു നോക്കിയിട്ട് പറ. റോമർ 1:1 വായിച്ചു. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകൾ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി പ്രവചിച്ച പ്രവചനങ്ങൾ. ഒരുപാട് കാര്യങ്ങളാ. യോഹന്നാന്റെ സുവിശേഷം 15:23 പറഞ്ഞ് എന്നെ പകയ്ക്കുന്നവൻ പിതാവിനെ പകച്ചിരിക്കുന്നെന്നാ. മനസ്സിലായോ? ആവശ്യമില്ലാത്ത ശാപങ്ങളൊന്നും മാറ്റി വെക്കല്ലേ. ഇത്രയും കാര്യങ്ങളുണ്ട്. 9 ഞാൻ ചോദിക്കുന്നേ, 9 സ്നാന അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയിൽ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 1:14 മുതൽ വായിക്കുക 17 വരെ. ഇത്രയും കാര്യം കിടക്കുക. എന്നിട്ട്
ഈ 3 പേരുടെ നാമമേ പറഞ്ഞിട്ടുള്ളൂ. 3 നാമം സ്നാനപ്പെടുത്തിയ നാമം പറഞ്ഞുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം കള്ളക്രിസ്തുക്കളാണോ? അപ്പം നുറുക്കിയതേ ഉള്ളൂ, വീഞ്ഞില്ല. ആ കർത്തൃമേശ ശരിയല്ലേ? ശുശ്രൂഷ അവിടെ നടന്നത് ശരിയാണോ? എവിടെന്നെങ്കിലും 1-2 വാക്യങ്ങളും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ടൊന്ന് ചാടി പിടിച്ച് വരല്ലേ. അത് ശരിയായ നടപടിയല്ല. അതുകൊണ്ടായി പറയുന്നത്. ദൈവത്തിൻ്റെ കൽപ്പന ദ ഗ്രേറ്റ് കമ്മീഷൻ, മഹാനിയോഗം, അതിനെ ആരും തള്ളിക്കളയരുത്. തള്ളിക്കളഞ്ഞ 2 പേരുണ്ട്. തിരുവെഴുത്ത് പുറകോട്ട് നോക്കിയോ. ഒന്ന് ഇസ്രായേലിൻ്റെ 1ാമത്തെ രാജാവായ കീശിൻ്റെ മകൻ ശൗല്, ബെന്യാമിൻ ഗോത്രക്കാരൻ ശൗല് ദൈവത്തിൻ്റെ കൽപ്പനയെ നിരസിച്ചു. അവസാനം മരണം. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 15-ന്റെ 22-23 15-ാം അധ്യായമായിരുന്നു വായിച്ചോണം. 22-23 വാക്യം വായിച്ചോണം. ദൈവത്തിൻ്റെ കൽപ്പന നിരസിച്ചതാ. അതുപോലെ ഒരാളാ ഇസ്രായേലിൻ്റെ നടത്തിപ്പുകാരനായ മോശ. ഒരിക്കൽ പാറയോട് അടിക്കാൻ പറഞ്ഞു, 2ാമത് പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു. ഇവർ 2 പേരും കൂടി അങ്ങ് അടിച്ചു. മത്സരികളെ, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുമോ ഇല്ലയോന്ന് ഇപ്പോൾ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അടിച്ചു. എന്ത് സംഭവിച്ചു? കനാൻ ദേശത്ത് പോയോ? അപ്പം ഞങ്ങളാരും നിത്യതയിൽ പോകത്തില്ലെന്ന് സഹോദരൻ വെല്ലുവിളിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചവരാരെങ്കിലും പോയോ? ദൈവത്തിൻ്റെ കൽപ്പന ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കേ. അതുകൊണ്ട് സ്നാനപ്പെടുത്തിയവനെ സ്നാനപ്പെടുത്താൻ നടക്കാതെ നേരെ എന്ത് ചെയ്യണമെന്നറിയാം? ജാതികളുടെ ഇടയിലിട്ട് ഇറങ്ങിച്ചെല്ല്, സുവിശേഷം അറിയിക്കുക. അതിന് പ്രതിഫലം കർത്താവ് തരും. കർത്താവ് ഈ 2 പേരെ ലൂക്കോസ് 9:1 9:1 അതിന് നീയൊക്കെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ എങ്ങനെയാ ഭൂതം പോകുന്നത്? യേശുക്രിസ്തു പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്ത 12 ലൂക്കോസ് 9-ാം അധ്യായം പുള്ളു പഠിക്ക്. ഭൂതത്തെ ഓടിക്കാൻ അതോറിറ്റി ആൻഡ് പവർ ലൂക്ക് ചാപ്റ്റർ 9:1 കൊടുത്തു. ഭൂതം പോയില്ല. പക്ഷെ പേരില്ലാത്ത 70 പേരുണ്ടായിരുന്നു അപ്പുറത്ത് 10-ാം അധ്യായത്തിൽ. അവർ പറഞ്ഞു, ലൂക്കോസ് 10:19-20, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ അവർക്ക് പേരില്ലാത്തവർക്ക് അധികാരം കൊടുത്തു. ഞങ്ങൾക്കാർക്കും പേരില്ല. നീ ഭൂതങ്ങളെ ഞങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല ഞങ്ങൾ സന്തോഷിക്കുന്നത്. അവിടെ പേരുണ്ടോന്നുള്ളതാ. കർത്താവ് പറഞ്ഞതാ, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിലുള്ളതിൽ സന്തോഷിക്കാനാ. ഈ സഹോദരൻ്റെ പേര് സ്വർഗത്തിലുണ്ടോ? അല്ലാതെ പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഒരു പാപിയായ മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് മാനസാന്തരപ്പെടുത്തി വീണ്ടും ജന്മം പ്രാപിച്ച് എല്ലാം കൊണ്ടുവന്ന് കർത്താവ് പറഞ്ഞ അതേ കൽപ്പന പ്രകാരം സ്നാനപ്പെടുത്തുന്നവരെല്ലാം കള്ളക്രിസ്തുക്കളാണ്, പെടുത്തിയവരും സ്നാനപ്പെട്ടവരും കള്ളക്രിസ്തുക്കളാണ് വിധി എഴുതാൻ നിനക്ക് ഏത് വചന അടിസ്ഥാനത്തിൽ അധികാരം ദൈവം തന്നു? അതാണ് എൻ്റെ ചോദ്യം. എൻ്റെ ചോദ്യം അതാണ്. ക്രൈസ്തവ സഭയിൽ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ക്രൈസ്തവ സഭയിൽ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട 2 കർമാനുഷ്ഠങ്ങളാണ്. ഒന്ന് മർക്കോസ് 16:15-16, മത്തായി 28:18-19-20. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുക. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, പത്രോസ് എഴുതിയ 4:3-21, 19 മുതൽ 22 ഭാഗങ്ങൾ വായിച്ചറിയാം. ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയ്ക്കായിട്ടത്രേ വിശ്വാസ സ്നാനം ഒരിക്കലായി ഏൽക്കേണ്ടതും കർത്തൃമേശ ഒരു മനുഷ്യന്റെ ജീവിതകാലം മുഴുവനും അനുഷ്ഠിക്കേണ്ടതുമാകുന്നു. എഫേസ്യർ 4:4 മുതൽ 7 വരെ വിശ്വാസം 1, ആത്മാവ് 1, യേശുക്രിസ്തു ഒരുവൻ. എൻ്റെ ഭാഷ പറഞ്ഞ അപ്പോസ്തലപ്രവൃത്തി 4:12, രക്ഷ ഒരിക്കൽ, മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട ഏകനാമം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം. ഇതിൽ 3 പേരും ഉണ്ട്. ഞാൻ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ എബ്രായർ 6:1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ മറന്നു പോകരുത് കേട്ടോ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ലേവ്യ പുസ്തകം 16:4 മുതൽ 26 ഭാഗം കൂടെ വായിച്ചു നോക്കണം.
അവിടെ എഴുതിയിട്ടുണ്ട്. 16:4, 26 വാക്യങ്ങളൊക്കെ വായിച്ചാലും മതി. അവിടെ കിടപ്പുണ്ട്. എന്താണ് കഴുകലം, സ്നാനങ്ങൾ എന്നുള്ളൊരു പദം അവിടെ കിടക്കുന്നുണ്ട്. ഇനി അതിനെ പിടിച്ചുകൊണ്ട് വരരുത്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോണം. യേശു ക്രിസ്തുവിൻ്റെ സ്നാനം തൃത്വം ഒന്നിച്ച് സമ്മേളിച്ച മഹനീയമായ ശുശ്രൂഷയല്ലേ? ഒന്നുകൂടെ വേണമെങ്കിൽ എടുത്തു പറയാം, മറന്നു പോകാതിരിക്കാൻ. സങ്കീർത്തനം 2:7, എബ്രായർ 1:5, എബ്രായർ 10:5, യെശയ്യാ 9:6, യോഹന്നാൻ സുവിശേഷം 1:13. ദൈവത്തിൽ നിന്നത്രേ അവൻ ജനിച്ചതെന്ന് യേശു ക്രിസ്തു. ഈ പറഞ്ഞതല്ല അത് തന്നെയാണ് വാക്യം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിലും അതല്ലേ? മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 8 വരെ, മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൽ 1 മുതൽ വായിക്കുമ്പോൾ അവിടെയും പറയുന്നില്ല, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ആരോടാ സംസാരിച്ച്? 30 വയസ്സ് വരെ ജീവിച്ച് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ആരാ സംസാരിച്ച്? ദേഹരൂപത്തിൽ ആരാണ് ഇറങ്ങിയത്? ഉൽപ്പത്തി 1:26, 27, 28 വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് ഭാഷ കലക്കിക്കളയാന്ന് ഉൽപ്പത്തി 11-ാം അധ്യായത്തിലും 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിലും 18-ാം അധ്യായത്തിൽ 3 പുരുഷന്മാരെ യജമാനനെ എന്ന് വിളിച്ചതും മത്തായി 28:18 ഏകനാമത്തിൽ നിന്നുള്ള 3 പുറപ്പാടാണെന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചതും ഇതെല്ലാം കളഞ്ഞ് 119-ാം സങ്കീർത്തനം 89-ാം വാക്യവും സാദൃശ്യവാക്യം 30-ന്റെ 6-ാം വാക്യവും ദൈവത്തിന്റെ വചനത്തോട് കൂട്ടരുത്. ഗലാത്യർ 1:8-9, മത്തായി 5:18-19, വെളിപ്പാട് 22:18-19, വെളിപ്പാട് പുസ്തകം 22:10-11, 12 വാക്യങ്ങൾ വായിച്ചു നോക്ക്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും തന്നെ നീതീകരിക്കട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പകരം എൻ്റെ പക്കലുണ്ട്. പകരം കൊടുക്കാൻ എൻ്റെ പക്കലുണ്ട്. യേശു ക്രിസ്തു, ഞാൻ അല്പയും ഒമേഗയും ഒന്നാമത്തവനും ഒടുക്കത്തവനുമാകുന്നു, ഞാൻ ആദിയും അന്തമില്ലാത്തവനുമാകുന്നു. അനാദി നിത്യത മുതൽ അനന്ത നിത്യത വരെ കർത്താവായ യേശു ക്രിസ്തു ആദിയും അന്തമില്ലാത്തവൻ. ആ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതിനപ്പുറത്തൊരു കാര്യമുണ്ടോ? കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 13:12 വാക്യം വായിച്ചു നോക്കിക്കേ നിങ്ങൾ. ആശീർവാദം പറയുമ്പോൾ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവൻ ദൈവത്തിന്റെ കൂട്ടായ്മ പറയുന്നില്ലേ? എടുത്തു പറയുന്നില്ലേ? അവിടെ ഒരിടത്ത് അങ്ങനെ പറഞ്ഞില്ലെന്ന് വിചാരിച്ച് 3 അങ്ങനെ പറഞ്ഞില്ലെന്നുണ്ട്, ബാക്കി മുഴുവനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നില്ലേ? അപ്പൊ നിങ്ങൾ ആശീർവാദം എങ്ങനെ പറയും? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്ന് പറഞ്ഞു നിർത്തുമോ? അവിടെ ശിഷ്യന്മാർ അത്രയും ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മാത്രം പിടിച്ചുകൊണ്ടിരിക്കുകയാണോ? ബാക്കി 8 സ്നാനം കിടപ്പുണ്ട്. അനേകായിരങ്ങളെ മുക്കി, അതൊന്നും നാമം പറഞ്ഞിട്ടില്ല. എന്നാലും അതിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചു വന്നത്. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം. ആരാണ് കള്ളക്രിസ്തുക്കൾ? നിങ്ങൾ കള്ളക്രിസ്തുക്കൾ ഞങ്ങളെ വിളിക്കുന്നല്ലോ. 99.5% കള്ളക്രിസ്തുക്കളാണെന്ന്. ഇയാൾ മാത്രം പെർഫെക്റ്റ് ആണോ? അതോ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നവർ മാത്രമേ നിത്യതയിൽ പോകത്തുള്ളൂ എന്ന് ഇയാൾ പറഞ്ഞല്ലോ. അങ്ങനെ ഉണ്ടോ ബൈബിളില്? ഇയാളാണോ വിധിക്കുന്നത്? ഇയാൾ മറ്റുള്ളവരെ വിധിക്കാൻ ഇയാൾ ആരാണ്? സഹോദര, ഒന്ന് ദൈവസന്നിധിയിൽ താണിരിക്കുക, ഒന്ന് ഇരിക്കണം. സേവ് ചെയ്യാതെ സേർവ് ചെയ്യാൻ നടക്കരുത്. കാനാവിലെ കല്യാണത്തിന് വീഞ്ഞു തീരാനുള്ള കാരണവും അത് തന്നെ. സേവ് ചെയ്യാതെ സേർവ് ചെയ്തത് കൊണ്ടാണ്. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? ഒന്ന് ഇരിക്കുക, ഒന്ന് സേവ് ചെയ്യ്, 2 സേർവ് ചെയ്യ്. ഇത് വല്ലവരും പറയുന്നത് കേട്ടുകൊണ്ട് ആത്മാവില്ലാത്തവൻ പറയുന്നത് കേട്ടുകൊണ്ട് ഞങ്ങളുടെ നേരെ വരല്ലേ, ആത്മാവുള്ളവരുടെ നേരെ വരല്ലേ. ആർക്കും വയ്യ ഇങ്ങനെയുള്ള കേസുകളൊക്കെ. ഇതൊക്കെ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നും തിമോഥെയോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നതൊക്കെ എടുത്തു വെച്ച് വായിക്കുക. അതിലൊരു കൂട്ടരാ നിങ്ങൾ. കാരണം മുഖ്യനെ പിടിച്ച് മുക്കാൻ എളുപ്പമുണ്ടല്ലോ. കരയ്ക്കിരുന്ന് ചൂണ്ടിടുക. പത്രോസിനോട് യേശുക്രിസ്തു പറഞ്ഞ ആഴത്തിൽ വലയിറക്കാനാ. ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങൾ കാണിച്ചു തരാം, കുറേ ഗ്രാമങ്ങൾ കാണിച്ചു തരാം, പോയി സുവിശേഷം അറിയിക്കുക. മിണ്ടായിരുന്ന് തിന്നുകൊണ്ടിരുന്ന് കയ്യും കോട്ടും ഇട്ടുകൊണ്ട് ചുമ്മാ ഇരുന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ മതിയോ?
ഞാൻ തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. നിന്റെ അടുത്ത് തർക്കിക്കാനോ എടുക്കാനോ ഒന്നും ഞാനില്ല. തിരുവെഴുത്തുകളെ കാരണം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയ അനേകരെ നീയൊക്കെ കൊണ്ടുപോയി രണ്ടാമത് മുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അത് പോകാതിരിക്കാനാണ് ഈ വീഡിയോ ഇടുന്നത്. കുറെ വ്യൂസ് കൂട്ടാനൊന്നുമല്ല. നമ്മുടെ ഇതിലൊന്നും വ്യൂസ് ഒന്നും വലുതായിട്ടൊന്നുമില്ല. വ്യൂസ് കൂട്ടാനൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി ആരാ കള്ളക്രിസ്തുക്കളെന്ന് പറയാം? യേശുക്രിസ്തുവിൻ്റെ മാറോട് ചാരിയ യോഹന്നാൻ അപ്പോസ്തലൻ എന്താ പറഞ്ഞത് നോക്കാം. അവിടെ പറയുന്നത് യോഹന്നാൻ എഴുതി 1 ലേഖനം 2:22 രണ്ടാം ഉള്ളു വായിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവനാണ് എതിർ ക്രിസ്തു. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നിഷേധിക്കുന്നവരാണ് എതിർ ക്രിസ്തുക്കൾ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ മാർബോട് ചാരിയ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ 2 ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ 2 ലേഖനം 2 ലേഖനം ഒരു ലേഖനമേ ഉള്ളൂ. നിങ്ങളോട് കുശലം പറയുപോലും ചെയ്യരുതെന്ന് പറഞ്ഞ ഈ കൂട്ടരോടാ. ദുരുപദേശവുമായി വരുന്നവരോട് കുശലം പോലും പറയരുതെന്ന, വീട്ടിൽ പോലും കയറ്റരുതെന്ന. ഞങ്ങൾ ന്യായപ്രമാണത്തിൽ ഈ തന്നിരിക്കുന്ന ബാക്കി 66 പുസ്തകങ്ങളിൽ നിന്ന് ഞങ്ങൾ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്തുന്നില്ല. പഴയ നിയമ യാഗങ്ങളൊന്നും ഞങ്ങൾ നടത്തുന്നില്ലെന്നുള്ളൂ. എന്നാലും അത് ക്രിസ്തുവിന് നെല്ലായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ ആ ഭാഗവും വായിക്കാറുണ്ട്. ഞങ്ങളത് ചെയ്യാറില്ല. ആടിനെ വെട്ടാറില്ല, കോഴിയെ വെട്ടാറില്ല, ഒന്നുമില്ല. ഞങ്ങളെ തിരുവെഴുത്തുകൾ കർത്താവ് പറഞ്ഞുകൊണ്ട് വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒന്നിനും മാറ്റം വരുത്തുന്നില്ല. ഞങ്ങൾക്ക് ഇതെല്ലാം പുതിയത് തന്നെയാണ്. അപ്പോൾ യോഹന്നാൻ എഴുതിയ 1 ലേഖനം 2:22 പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവനാണ് എതിർ ക്രിസ്തു എന്ന്. റോമർ 1:1 മുതൽ 5 വരെ വായിര്. ദൈവം തൻ്റെ പുത്രനും അനന്യാസിൻ്റെ സബീറയുടെയും കഥ സ്റ്റോറി വായിച്ചിട്ട് പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം കാണിച്ചവർക്ക് എന്താണ് ശിക്ഷ കിട്ടിയെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അത് പിന്നെ ദൈവത്തിൻ്റെ കൃപയാണ്. മാനസാന്തരപ്പെട്ട് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുക. ഫലം കായ്ക്കട്ടെ, 1 വർഷം കൂടെ നിൽക്കട്ടെ, 1 വർഷം കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയായിരിക്കാം. ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ കരുണയാണ്, ദയയാണ്. അതേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. കാരണം ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. തന്നെത്താൻ മറുവിലയായി കൊടുത്ത കർത്താവായ യേശുക്രിസ്തു തന്നെ എന്ന് പറഞ്ഞതുപോലെ തിമോഥെയോസിന് 1 ലേഖനം 2:5, തിമോഥെയോസിന് 2 ലേഖനം 2:8 ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. അതിനെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഇതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് എല്ലാ തിരുവഴുത്തും ദൈവസ്വാസ്യമായതുകൊണ്ട് ഞങ്ങളൊന്നും കളയുന്നില്ല. തിമോഥെയോസിന് 2 ലേഖനം തിമോഥെയോസിന് എഴുതിയ 2 ലേഖനം 3:16-17, പത്രോസ് എഴുതിയ 2 ലേഖനം 1:19, 20, 21, സഭാപ്രസംഗി 3:11, യെശയ്യാപ്രവചനം 34:16. ഞങ്ങൾ ഈ ഇതിനകത്തൊന്നും വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്തത്തില്ല. സദൃശവാക്യം 30:5-6, സങ്കീർത്തനം 12:6. ദൈവത്തിൻ്റെ സകല വചനങ്ങൾ ശുദ്ധി ചെയ്തതായതുകൊണ്ട് ഇതിനകത്ത് ഞങ്ങൾ കളയുന്നില്ല. അപ്പം അതുകൊണ്ട് ആവശ്യമില്ലാത്തതൊന്നും വിളിച്ച് പറയരുത്. പത്രോസ് എഴുതിയ 1 ലേഖനം 2:21 പറയും യേശുക്രിസ്തു കാണിച്ച മാതൃക പിന്തുടരുവാൻ പറഞ്ഞിരിക്കുക. യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃക പിന്തുടരുവാനാണ് പറയുന്നത്. പത്രോസ് എഴുതിയ 1 ലേഖനം 2:21 യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞ മാതൃക അവർ പിന്തുടർന്നു. യോഹന്നാന്റെ സുവിശേഷം 15 മുതൽ 21 എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുന്നെന്ന്. അവര് പഠിച്ച സ്നാനത്തിൽ 3 പേരും ഉണ്ട്. യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക, അത്രയുള്ള അവരുടെ ലക്ഷ്യം. മനസ്സിലായില്ലേ? ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് തരാം. ഗ്രീക്കിൽ ഒനോമ എന്ന പദമാണ്. നാമത്തിൽ എന്നുള്ളതിന് ഒനോമ, എബ്രായയിൽ ഷം എന്നുള്ള പദമാണ്. എന്നീ ഭാഷ ദൈവത്തിൻ്റെതായ എല്ലാ സവിശേഷതകളെയും അധികാരത്തെയും ഒന്നിച്ച് വെളിപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ് നാമത്തിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
എന്നതിൽ അന്തർലീനമായിരിക്കുന്നത്. യേശുവിൻ്റെ നാമം എന്ന് പറയുമ്പോൾ സകല ദൈവിക അധികാരവും കർത്തൃത്വവും സമ്പൂർണതയും അതിൽ അന്തർലീനമായിരിക്കുന്നു. എങ്കിലും യേശുവിൻ്റെ നാമം എന്ന പദമല്ല സ്നാനത്തിൻ്റെ വ്യവസ്ഥയിൽ അവർ അംഗീകരിച്ചത്. പിതാവും പുത്രനും ഉണ്ട്. അപ്പോസ്തലപ്രവൃത്തി 19:1 മുതൽ 7 വരെ വായിച്ച പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇല്ലേ? ദൈവം ഒരിക്കൽ ഇങ്ങനെയാണ് വെളിപ്പെടുന്നത്. ദൈവം ഒരിക്കൽ പഴയ നിയമത്തിൽ പിതാവായിട്ടും പിന്നെ പുത്രനായിട്ടും സഭായുഗത്തിൽ പരിശുദ്ധാത്മാവായിട്ടും വെളിപ്പെട്ടു. എങ്കിലും നിങ്ങളാരും അംഗീകരിക്കുന്നില്ല. യേശുവിൻ്റെ നാമക്കാർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് മുക്കിയവനെ മുക്കാൻ നടക്കാതെ കുഞ്ഞുങ്ങളെ, മുങ്ങാതെ നടക്കുന്നവനെ പിടിച്ചു മുക്കാൻ നോക്ക്. അതുപോലെ നമുക്ക് പറയാനുള്ളത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ടവർക്ക് നല്ല ഓഫറുകളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആരും അതിൽ കുടുങ്ങിപ്പോകരുത്. നമുക്ക് കട്ടതയുണ്ട്, പോരാട്ടമുണ്ട്. ഇവർ എവിടെയാണ് ബലഹീനത എന്നറിഞ്ഞിട്ട് അവിടോട്ടാണ് ചാടി വരുന്നത്. ഞാൻ എൻ്റെ കുഞ്ഞിനെ 5 വർഷമായിട്ട് പഠിപ്പിക്കാൻ പറ്റിയില്ല. അതാ ബലഹീനത അറിഞ്ഞുകൊണ്ട്, അവിടുത്തെ ഇത് അറിഞ്ഞുകൊണ്ട് ചാടി വന്നു. നമുക്ക് ചർച്ചില്ല, പ്രവർത്തന മേഖലകളേ ഉള്ളൂ. വില്ലേജുകളിൽ പോകുന്നു, പ്രവർത്തിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്, ഒരാത്മാവ് സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ്. അതുകൊണ്ട് തിരുവെഴുത്തുകളെ നല്ലതുപോലെ ധ്യാനിച്ച് പിതാവിൻ്റെ നാമം ഏത്, പുത്രൻ്റെ നാമം ഏത്, പരിശുദ്ധാത്മാവിൻ്റെ നാമം ഏതെന്നൊക്കെ ചോദിച്ചു വന്നാൽ പറഞ്ഞുതരാം ഏത് നാമമെന്ന്. ഒരുപാട് നാമമുണ്ട്. യേശുക്രിസ്തുവിന് യഹോവ എന്ന നാമമുണ്ട്. യേശുക്രിസ്തുവിന് യഹോവ എന്ന നാമമുണ്ട്. സക്കറിയാപ്രവചനം 14:7, 8, 9 വാക്യങ്ങൾ വായിച്ചാൽ മതി. നിങ്ങൾ പറയുന്ന ഏക നാമം വരുന്നത് സഹസ്രാബ്ദ യുഗത്തിന് ശേഷമാണ്. വെളിപ്പാട് പുസ്തകം 22 വരണം. അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങളുടെ ചിന്താവിഷയം ഇതാണ്: പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുന്നവർ കള്ളക്രിസ്തുക്കളാണ്. അതിനുള്ള മറുപടിയാണ് ഞാൻ തന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. നിങ്ങളുടെ സുവിശേഷം അറിയിക്കിറങ്ങി എല്ലാവരും. നമുക്ക് കർത്താവ് പറഞ്ഞ എല്ലാം ഭൂമിയുടെ ഒറ്റത്തോളം പോയി സുവിശേഷം അറിയിക്കാനല്ലേ പറഞ്ഞേ. സ്നാനം ഒരിക്കലാണ് സഹോദര. എഫേസ്യർ 4 വീണ്ടും എടുത്തെടുത്ത് പറയുക. സ്നാനം ഒന്നേ ഉള്ളൂ. എഫേസ്യർ 4:4 മുതൽ 7 വരെ. മാനസാന്തരം ഡെയിലിയാ, മരിക്കുന്നത് വരെയാ രക്ഷ ഒരിക്കലാ. കർത്തൃമേശ ഒരു മനുഷ്യൻ മരിക്കുന്നത് വരെയാണ് കർത്തൃമേശ. പക്ഷെ സ്നാനം ഒന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം കർത്തൃമേശയെക്കുറിച്ച് പറയുമ്പോൾ 11-ാം അധ്യായത്തിൽ പറയുമ്പോൾ ആ 11-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാലോ. അവിടെ വീഞ്ഞും ഉണ്ട്, അപ്പവും ഉണ്ട്. യേശുക്രിസ്തു ലൂക്കോസ് 22 പറയുമ്പോൾ അന്ത്യാത്താഴത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറഞ്ഞതിൽ അപ്പമുണ്ട്, രക്തമുണ്ട് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു സാക്ഷാൽ അപ്പമാണെന്ന് പറഞ്ഞ് ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞ യേശുക്രിസ്തു അപ്പമാണോ? അതെ. ആത്മീയമായി പഠിക്കുന്നവൻ അതെ. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. എൻ്റെ ശരീരത്തെ ഭക്ഷിക്കാതെയും എൻ്റെ മാംസം തിന്നാതെയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കാതെ ഇരിക്കുന്നവന് ഉള്ളിൽ ജീവനില്ല. അപ്പോൾ ഇതെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മളെ ഒന്നും മാറ്റാനില്ല ഇതിനകത്തൊന്നും. നമുക്ക് ഈ 66 പുസ്തകത്തിനകത്തൊന്നും നമുക്കൊന്നും മാറ്റാനില്ല. ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, അപ്പോക്രിഫയെ കൂടെ എടുക്ക്, 7 പുസ്തകങ്ങളൂടെ കൂട്ടിയെടുക്ക്, അതിനെ കൂടെ ചേർത്തോണ്ട് പോവാ. അതൊന്നും കാനോനികമല്ല. യഹൂദന്മാരൊന്നും അംഗീകരിച്ചിട്ടില്ല അതൊന്നും. ഞാനതുകൊണ്ട് ഞാൻ പറയാ, ഫിലിപ്പോസ് നോക്ക്. ഫിലിപ്പോസ് ആരോടാ സുവിശേഷം? ശമരിയ പട്ടണം യേശുക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം ഞാനവിടെ നിർത്തുക. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം പഠിക്കുമ്പോഴേ യേശുക്രിസ്തു ശമരിയ പട്ടണത്തിൽ പോയി സുവിശേഷം അറിയിച്ചു.
എന്നാൽ അപ്പോൾ സുവിശേഷകനായ ഫിലിപ്പോസ് എന്താ ചെയ്തത് നോക്ക്. തനിക്ക് കൊടുത്ത യഹൂദന്മാർ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു വിതച്ചിട്ട് പോയി. അവിടെ താമസിച്ച ശമര്യർ, കർത്താവിൻ്റെ കാലത്ത് അവിടെ താമസിച്ച ശമര്യർ എന്ന് പറയുന്നത് ആരാന്നറിയാമോ? ജാതികളിൽ നിന്നുള്ളൊരു യഹൂദന്മാരും തമ്മിൽ നടന്ന മിശ്ര വിവാഹങ്ങളിൽ നിന്നുണ്ടായ സങ്കരവർഗമാണ് കർത്താവിൻ്റെ കാലത്തുണ്ടായിരുന്ന ശമര്യർ എന്ന് പറയുന്നത്. അവർ ഒരു കൂട്ടർ യഹോവയെ ഭജിച്ചു കൊണ്ടിരുന്നു. അതിൽ ഒരു കൂട്ടർ എന്ത് ചെയ്തു? അശൂരിൽ നിന്ന് കൊണ്ടുവന്ന അവരുടെ ദേവന്മാരെ ഭജിച്ചു പോന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ രണ്ടാമത്തെ പേര് ഒന്ന് സ്തേഫാനോസ്, 2 ഫിലിപ്പോസ്. രണ്ടാമത്തെ പേര് മേശമേൽ ശുശ്രൂഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ആത്മാവ് നിറഞ്ഞവർ രണ്ടാമത്തെ വ്യക്തിയായ സുവിശേഷകനായ ഫിലിപ്പോസ് എന്ന് ഇവരുടെ ഇടയിലാണ് സുവിശേഷം അറിയിച്ചത്. അപ്പോസ്തലപ്രവൃത്തി 8-5, 6, 7 വാക്യങ്ങൾ, 13 വാക്യങ്ങൾ വായിച്ചു നോക്കിക്കേ. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ ഇടയിൽ നടന്നു. പരിശുദ്ധാത്മാവിലാണ് അപ്പൊല്ലോസ് പ്രസംഗിച്ചത് 18-24. അപ്പോസ്തലപ്രവൃത്തി 18, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 18-24, 28-28 വാക്യം. ആത്മാവുള്ളവനായിരുന്നു അപ്പൊല്ലോസ് എന്ന് പറയുന്നത്. ആത്മാവിൽ യഹൂദന്മാരെ കണ്ണിച്ച് തെളിയിച്ച് യേശു ക്രിസ്തു ദൈവമെന്ന് തെളിയിച്ചു. ഇത് തന്നെയാണ് ശിഷ്യന്മാർ ചെയ്തത്, വേറെ ഒന്നുമല്ല. യേശു ക്രിസ്തു ദൈവം എന്ന് തെളിയിക്കണം എന്ന് പറഞ്ഞാൽ പിതാവില്ല, പുത്രനില്ല, പരിശുദ്ധാത്മാവില്ലെന്നല്ല. ഇവര് സ്നാനപ്പെടുത്തിയതിൽ ഇവരെല്ലാവരും ഉണ്ട്. ഏകനാമത്തിൽ നിന്നുള്ള 3 പുറപ്പാടാണെന്ന് ഇവർക്കറിയാമായിരുന്നു. നേരത്തെ വേണമെങ്കിൽ തെളിവ് തരാം. നേരത്തെ ഫിലിപ്പോസിന്റെ കാര്യം പറഞ്ഞല്ലേ, രാജാക്കന്മാർക്കെഴുതിയ 2-ാം പുസ്തകം 17:1-24 വരെ, യെസ്രായുടെ പുസ്തകം 4:2-11 വരെയും, രാജാക്കന്മാർക്കെഴുതിയ 2-ാം പുസ്തകം 17:33-41 വരെയുള്ള ഭാഗങ്ങളും വായിച്ചാൽ മതി. ഇവിടെയാണ് ഫിലിപ്പോസ് പോയി സുവിശേഷം അറിയിച്ചത്. അവരെ ഒരു കൂട്ടർ യഹോവയെ ഭജിച്ചുകൊണ്ടിരുന്നു, ഒരു കൂട്ടർ അശൂരിൻ്റെ ദേവനെയും കൂടെ കൊണ്ടുവന്നു അതിനെ ഭജിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ യഹൂദന്മാരും അവിടെ ജാതികളും കൂടെ ഇടകലർന്ന് സങ്കരവർഗമാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ഇടയിലാണ് ഈ ദേവന്മാരെ ആരാധിച്ചുകൊണ്ടിരുന്നത്. യഹോവയാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരുടെ ഇടയിൽ യേശു ക്രിസ്തുവാണ് ദൈവമെന്നാണ് അപ്പോസ്തലപ്രവൃത്തി 8-5 8-ാം അധ്യായം 5 മുതൽ 13 ഭാഗങ്ങൾ തെളിയിച്ച് സ്നാനപ്പെടുത്തിയത്. അതുപോലെ പോയി സ്നാനപ്പെടുത്ത്. അവിടെയും നാമം പറഞ്ഞിട്ടില്ലേ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം പറഞ്ഞില്ല, യേശു ക്രിസ്തുവിൻ്റെ നാമവും പറഞ്ഞില്ല. അവർ പോകത്തില്ലേ? എത്തിയപ്പോലെ ഷണ്ഡം പോകത്തില്ലേ? യേശു ക്രിസ്തുവാണ് അവർ തെളിയിച്ചു. 1, വിശ്വസിക്കണം. 2, കുറവുകളെ ഏറ്റു പറയണം. മനസാന്തരപ്പെടണം. യേശുക്രിസ്തുവിന്റെ പ്രസംഗം, സ്നാപക യോഹന്നാന്റെ പ്രസംഗം, ശിഷ്യന്മാരുടെ പ്രസംഗം മുഴുവനും മാനസാന്തരമാണ്. അതുകൊണ്ട് നിങ്ങളിതും കേട്ടിട്ട് എൻ്റെ തോളെ കയറാനൊന്നും പറയരുത്. ഞാൻ തിരുവെഴുത്താണ് പറഞ്ഞത്. എൻ്റെ അടുത്ത് വരണമെങ്കിൽ തിരുവെഴുത്തുകളുമായിട്ട് വരണം. 1, ഇരിക്കുക. 2, എഴുന്നേൽക്കുക. 3, നടക്കുക. 4, ഓടുക. കർത്താവ് പറഞ്ഞതുപോലെ ഇതേ ഉള്ളൂ മാർഗം, വേറെ വഴികളൊന്നുമില്ല. അല്ലാതെ സേർവ് ചെയ്യാതെ നടക്കുന്ന 4 വാക്യങ്ങളും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. സ്നാനപ്പെടുത്തിയവരുടെ ലിസ്റ്റ് വേണോ? 3000 പേരെ അപ്പോസ്തലന്മാർ സ്നാനപ്പെടുത്തി. ലൂക്കോസ് 24:49, അപ്പോസ്തലപ്രവൃത്തി 1:4, 1:8, 12 അപ്പോസ്തലപ്രവൃത്തി 1:12 മുതൽ 15 വരെ 120 കൂടിയിരുന്ന് പ്രാപിച്ചു. അങ്ങനെ അവർ 3000 പേരെ സ്നാനപ്പെടുത്തി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഫിലിപ്പോസ് സ്നാനപ്പെടുത്തി 8:5 മുതൽ 13 വരെ. ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി 8:37-38. ശൗലിനെ അനന്യ സ്നാനപ്പെടുത്തി 9:17-18. നാമം ഇല്ല. കൊർന്നൊല്യോസിന്റെ ഭവനത്തിൽ വചനം കേട്ട് ആത്മാവ് വന്ന് പരിശുദ്ധ അവരെ സ്നാനപ്പെടുത്തി. അവിടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമം ഉണ്ട്. ലുദിയായും കുടുംബവും നാമമില്ല. അപ്പോസ്തലപ്രവൃത്തി 16:13-15. കാരാഗ്രമണയും കുടുംബവും അവിടെ നാമമില്ല. 16:25 മുതൽ 34 വരെ. കൊരിന്ത്യ പട്ടണത്തിൽ വിശ്വസിച്ച പള്ളിപ്രമാണിയ ക്രിസ്പോസിനെ കൂട്ടരെ സ്നാനപ്പെടുത്തി 18:8. എഫെസോസിൽ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നവരെ അവരെ സ്നാനപ്പെടുത്തി
അവിടെ പിതാവുമുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 19:1-7 വരെ, കൊരിന്ത്യർക്കർ 1:14 മുതൽ 16 വരെ സ്തേഫാനോസിന്റെ ഭവനക്കാരെ സ്നാനപ്പെടുത്തി. പൗലോസ് അപ്പോസ്തലനെ സ്നാനപ്പെടുത്തി, നാമം പറഞ്ഞില്ല, അപ്പം നുറുക്കി, വീഞ്ഞില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരല്ലേ. വീഞ്ഞില്ല. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ വീണ്ടും പറയുക. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 11:23-28 വരെ, ലൂക്കോസ് 22:19-20. അവിടെ രക്തമുണ്ട്, അപ്പമുണ്ട്. ഇവിടെ വീഞ്ഞില്ല. അത് ശുശ്രൂഷ അല്ലെന്ന് പറയാൻ പറ്റുമോ? ഇനി ഇതെല്ലാം കൂടെ എടുത്ത് പറയാൻ പറ്റുമോ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്നറിയാം, ഞങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്ന എന്ത് പറഞ്ഞാലും ഈ അനുസരണക്കേട് കാണിച്ച, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതിരുന്ന ശൗലിനെയും, ബെന്യാമിൻ ഗോത്രക്കാരനെ കീശിൻ്റെ മകൻ ശൗലിനെയും, മോശയും കനാൻ ദേശത്തെത്തിയില്ല. ഒരുത്തൻ ഈ ഭൂമി വെച്ച് മാറ്റപ്പെട്ടു. ആത്മഹത്യയല്ല, തലവെട്ടുകയാണ്. ഒരു അമാലേക്കൻ തലവെട്ടുകയായിരുന്നു ഒരുത്തനെ വഴിയിൽ വെച്ച് പോയി. കനാൻ ദേശത്തെത്തിയില്ല. ഓക്കെ, കൽപ്പന ലംഘിച്ചതാണ്. ദൈവത്തിൻ്റെ കൽപ്പനയെ നിരസിച്ച രണ്ടുപേരുടെ കാര്യം അറിയാമല്ലോ. എബ്രായർ 13:13. ആകയാൽ നാം അവൻ്റെ നിന്ദയെ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൊരിന്ത്യർക്ക് 2 ലേഖനം 13:12 പറയുന്ന ആശീർവാദം. ഇതോടുകൂടി ഞാനിവിടെ നിർത്തുക. ഇത് പറയാനായിട്ട് കുറേ ദിവസം കൊണ്ട് ഇതിനെ എഴുതി കുത്തിക്കുറിച്ചൊക്കെ വെച്ചിരുന്നു. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ നല്ല പിതാവേ, ഈ തിരുവെഴുത്ത് കേട്ട എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ വചനം അനേകർക്ക് ഒരു പ്രയോജനമായി തീരുവാൻ ദൈവയിടയാക്കണം. ആരെയും വഴിതെറ്റിച്ച് കൊണ്ടുപോകാതിരിക്കാൻ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് തിരുവെഴുത്തിൽ തിമോഥെയോസിന് എഴുതിയ 2 ലേഖനം 3-ാം അധ്യായത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ, കർത്താവെ, ദുർഘട സമയങ്ങളാണ്. വെല്ലുവിളികളും പോരുകളുടെ നടുവിലാണ്. അനേകരുടെ വിശ്വാസം തണുത്തുകൊണ്ടിരിക്കുന്നതാണ്. ദുരുപദേഷ്ടക്കന്മാർ നുഴഞ്ഞു കയറും. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറയുന്നു. അപ്പോസ്തലപ്രവൃത്തി 20:28-29, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സമ്പാദിച്ച സഭയിൽ ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ ഇതിനകത്തു നിന്ന് എഴുന്നേൽക്കുമെന്ന് തിരുവെഴുത്തിൽ കാണുന്നു. യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൽ ഞങ്ങൾ വായിക്കുന്നു, ഇവരോട് കുശലം പറയരുതെന്ന്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2:22 വായിക്കുന്നു, പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവരെല്ലാം കള്ളക്രിസ്തുക്കളാണെന്ന് തിരുവെഴുത്തിൽ കാണുന്നു. ഈ തിരുവെഴുത്തുകളെല്ലാം ചൂണ്ടിക്കാണിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അടിയന് കൃപ ചെയ്തു. നന്ദി പറയുന്നു. കർത്താവെ, ആർക്കും ഒരു വിഷമോ പ്രയാസമോ ഉണ്ടാകാതിരിക്കാൻ ദൈവം കാക്കണം, പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ താഴ്ത്തുന്നു. അടിയനെ കുടുംബമായി ഏൽപ്പിക്കുന്നു. 3 കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ, അതിനായി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയനെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ നിറപടിയായ ദൈവവചനത്തിൽ കൂടെ ചെയ്യുവാൻ കൃപ ചെയ്യണം. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 29 സംസ്ഥാനത്തിനും അറിയിക്കുന്ന മുഖ്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിക്കായി, പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീതിപീഠത്തിനായി പ്രാർത്ഥിക്കുന്നു. വക്കീലന്മാർക്കായി, ജഡ്ജിമാർക്കായി പ്രാർത്ഥിക്കുന്നു. പോലീസ് അധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു. മീൻ പിടിക്കുന്ന, രാജ്യം കാക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകരാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമാധാന സന്തോഷം ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണം. ജയിലിൽ കിടക്കുന്നവർ എല്ലാവരെയും ദൈവം കർത്താവ് വിടുവിക്കണം. കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച, പത്രോസിനെ വിടുവിച്ച ആ കർത്താവിൻ്റെ കരം അവിടെ ഇറങ്ങി പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വളരെ കഷ്ടതയും പ്രയാസങ്ങളും പ്രതിസന്ധികളുടെയും കാലഘട്ടങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, എല്ലാവർക്കും അവിടുന്ന് ലോകത്തിൽ സമാധാനം തരാമെന്ന് അരുളി ചെയ്ത കർത്താവ് ഞങ്ങൾക്കെല്ലാവർക്കും അവിടുന്ന് സമാധാനം തരണം, സന്തോഷം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇന്ത്യ മഹാരാജ്യത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു മാനസാന്തരം ഉണ്ടാകുവാൻ ദൈവയിടയാക്കണം. അങ്ങനെ ചെയ്തിരിക്കുക സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയിരിക്കുക സ്തോത്രം. അടിയനെ കുടുംബമായി ഒരിക്കൽ കൂടി കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ശുശ്രൂഷകന്മാരെ, കുടുംബാംഗങ്ങളെ, ദൈവ കർത്താവിൻ്റെ മേൽ അധ്വാനിക്കുന്ന, ലോകമെമ്പാടും ശുശ്രൂഷിക്കുന്ന കർത്തൃവൃത്യന്മാരെ, രോഗികളായിരിക്കുന്നവരെ ഒക്കെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. വിവാഹം കഴിച്ചയക്കുവാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളെ, പഠിക്കുവാൻ പുസ്തകങ്ങൾ വായിക്കുവാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി മാനസികമായി രോഗികളായിരിക്കുന്നവർ, ഭാരപ്പെട്ടിരിക്കുന്നവരെല്ലാം വിടുവിക്കണം. പ്രാർത്ഥന കേട്ടുള്ള നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം കർത്താവെ, ഈ വചനം കേൾക്കുന്നവർ അത് ആരും തെറ്റിപ്പോകാതെ, ആരെയും കർത്താവെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ടവരെ ആരെയും തെറ്റിച്ച് കളയാതെ ദൈവത്തിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം കൃപ ചെയ്യണം. എൻ്റെ വചനത്തിൽ നിൽക്കുന്നവൻ
യോഹന്നാന്റെ സുവിശേഷം 8:47 പറയുന്ന പോലെ എൻ്റെ യഥാർത്ഥ ശിഷ്യനാകുന്ന വചനപ്രകാരം എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യഥാർത്ഥ ശിഷ്യനായി തീരുവാൻ സഹായിക്കണം. വചനം അനുഷ്ഠിച്ച് വചനപ്രകാരം മുന്നോട്ട് പോകാൻ എല്ലാവരെയും സഹായിക്കണം. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്ന അവൻ്റെ കൃപകളെ അളവ് കൂടാതല്ലയോ കൊടുക്കുന്നതെന്ന യോഹന്നാൻ 3:34 വചനപ്രകാരം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം മുഴുമകത്വം അവിടെ നിന്ന് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൻ്റെ പിതാവേ, ആമേൻ ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ആൾ അബണ്ടൻലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.